അല്ല, ഇത് നല്ലൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഐ എം നോട്ട് ഷുവർ യു ലൈക്ക് മൈ ആൻസർ. ഞാൻ പറയട്ടെ എന്താ കാരണം. ഒരു സജഷൻ ചിലർ ഉണ്ടാക്കിയത്, പിന്നെ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് ചില എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും അല്ലേ. ഒരു BA അറ്റ്ലീസ്റ്റ് ഉണ്ടായാൽ മാത്രമേ മത്സരിക്കാം. അത് പാകിസ്ഥാൻ അങ്ങനെ ഒരു ലോ ഉണ്ട്. എന്താണ്, വ്യാജമായ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് വാങ്ങിയിട്ട് എല്ലാവരും BA കാണിച്ചിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര എളുപ്പമല്ല അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇമ്പോസ് ചെയ്യാൻ. പക്ഷേ അതിനെ എതിരിക്കാൻ വേറൊരു കാരണമുള്ളത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളാണ്. നമ്മൾക്ക് ഒരു ജനാധിപത്യത്തിനകത്ത് ജനങ്ങൾക്ക് അവരുടെ സ്വന്തം പ്രതിനിധികളെ ചൂസ് ചെയ്യാൻ, തിരഞ്ഞെടുക്കാനും അവർ തീരുമാനം ചെയ്യാൻ അവർക്ക് പൂർണ്ണ അവകാശമുണ്ടാവണം. അതിൻ്റെ അർത്ഥം ഒരു നന്നായി പഠിച്ച അനുഭവം അറിവുള്ള ഒരു ഡോക്ടറോ ഒരു PhDയോ ഒരു ടീച്ചർ വരുമ്പോൾ ചില ക്വാളിറ്റീസ് അവർ കൊണ്ടുവരികയായിരിക്കും. പക്ഷേ ഒന്നും പഠിക്കാത്ത 8ാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കർഷകൻ ഒരു പക്ഷേ കർഷകരുടെ ആവശ്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രതിനിധിത്വം കൊടുക്കാൻ സാധിക്കും. ഇൻ എ വേ ദാറ്റ് എ ഡോക്ടർ ഓർ ഹൈലി ക്വാളിഫൈഡ് ടീച്ചർ മേ നോട്ട് ബി ഏബിൾ ടു. മനസ്സിലായില്ലേ? ആ വ്യത്യാസമാണ് ജനാധിപത്യത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ടത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എവ്രി വൺ ഷുഡ് ബി ഏബിൾ ടു ഹാവ് ദ റെപ്രസെന്റേറ്റീവ്സ് ദേ വോണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്രകാരമുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. അപ്പോൾ അഥവാ പിന്നെ ശരിക്കും എഴുതാൻ വായിക്കാൻ കൂടി അറിയാത്തൊരു വ്യക്തിക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ ഒരു വ്യക്തി എനിക്ക് വേണ്ടി സംസാരിക്കണം, കാരണം എന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിട്ട് അദ്ദേഹത്തിന് അറിയാം, അവരെ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൂർണ്ണ അവകാശം അവർക്ക് കൊടുക്കണം. പക്ഷെ ഞാൻ വേറെ കാര്യം ഇതിനൊപ്പം കൂടി പറയട്ടെ. അതാണ് ക്ലാസിക്കൽ റെസ്പോൺസ്. അതുകൊണ്ടാണ് നമ്മൾക്കൊരു വോട്ടിംഗ് കാൻഡിഡേറ്റ്സ് ക്വാളിഫിക്കേഷൻ വെക്കാത്തതും. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥനാവാൻ നിങ്ങൾ പരീക്ഷ പാസ്സാവണം, ഡിഗ്രി ഉണ്ടാവണം, ഉദ്യോഗസ്ഥനാവണം. പക്ഷെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്താൽ അത് മാത്രം മതി. പക്ഷെ അതിൻ്റെ ഒപ്പം വോട്ടേഴ്സ് ഹാവ് ടു ആസ്ക് ദെംസെൽവ്സ്, നിങ്ങളെയും കുറിച്ച് നോക്കണ്ടേ? വോട്ട് ചെയ്യുന്നവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. നമ്മളുടെ വോട്ടേഴ്സിന്റെ കോൺഷ്യസ്നസ് കുറച്ചും കൂടി വന്നാൽ ഗൂണ്ടാമാരോ ഠഗ്സോ, പ്രത്യേകിച്ച് നമ്മളുടെ വടക്കൻ ഭാരതത്തിൽ പലവരും ജയിച്ച് വന്നിട്ടുണ്ട് ശരിക്കും ക്രിമിനൽ എലിമെന്റ്സ് ആയിട്ട്. ഒരു 10-20 കേസ് അവർ എതിരുണ്ടാവുന്നത്, അവരാണ് ജയിച്ച് വരുന്നത്. പക്ഷേ അത് വോട്ടേഴ്സ് തിരഞ്ഞെടുത്തതാണ്. ഇനി വോട്ടേഴ്സിന് കുറച്ചും കൂടി വോട്ടിംഗ് കോൺഷ്യസ്നസ് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോളിറ്റിക്സ് പ്രിൻസിപ്പിളും പോളിറ്റിക്സ് പെർഫോമൻസ് കണ്ടിട്ട് വോട്ട് ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ആൾക്കാർ വരില്ല. അപ്പൊ താങ്കൾക്ക് എനിക്കറിയാം, റിമെമ്പർ ഡെസ്മണ്ട് ടൂട്ടു, സൗത്ത് ആഫ്രിക്കൻ നൊബേൽ പ്രൈസ് ജയിച്ച ഒരു വലിയൊരു മഹാൻ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടൂട്ടു, അദ്ദേഹം പറഞ്ഞു, വി നീഡ് ലീഡേഴ്സ് വി ക്യാൻ ബി പ്രൗഡ് ഓഫ്, നോട്ട് ലീഡേഴ്സ് വി ആർ അഷെയിംഡ് ഓഫ്. അതാണ് താങ്കളുടെ ചോദ്യത്തിൽ ഒളിക്കുന്ന ഒരു ചിന്ത അല്ലേ? പക്ഷേ നിങ്ങൾ അതും പറയണം. അതിൻ്റെ ഒപ്പം വോട്ടേഴ്സിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. വോട്ടേഴ്സിനൊരു ബോധ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ അവർ വോട്ട് ചെയ്യില്ല. പക്ഷെ അവർക്ക് പൂർണ്ണ അവകാശമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ വോട്ട് ചെയ്യാൻ. അഥവാ ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെ വേണം അവർക്ക് വേണ്ടി സംസാരിക്കാൻ പാർലമെന്റിലോ നിയമസഭയിലോ പിന്നെ പഞ്ചായത്തിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലോ. അവർക്ക് പൂർണ്ണ അവകാശം ഉണ്ടാവണം അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ. പിന്നെ അവർ എന്ത് ചെയ്തു ജയിച്ച ശേഷം അതിനെക്കുറിച്ച് നിങ്ങൾ ഈ വോട്ടർമാരോട് ചോദിക്കണം. നിങ്ങൾ ഇവർക്ക് വോട്ട് കൊടുത്തു, ഈ 5 വർഷങ്ങൾക്ക് എന്താ ഗുണം കിട്ടിയത്? ഇനി അടുത്ത തവണ വോട്ട് ചെയ്യോ, അതോ ഇനി കുറച്ച് അറിവും കഴിവുള്ള ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് നമ്മൾ if the voters get better educated, the quality of the politicians will also improve. കേട്ടോ?